ഭക്തിസാന്ദ്രമായി ഇസ്കോൺ സൗത്ത് വൃന്ദാവൻ ക്ഷേത്രത്തിലെ ജഗന്നാഥ രഥയാത്ര. തൃശൂർ കൈപ്പറമ്പ് പുത്തൂരിലെ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച രഥയാത്ര നാടിനെയാകെ വൃന്ദാവനമാക്കി. നൂറുകണക്കിന് വൈഷ്ണവ ഭക്തരാണ് രഥവുമായുള്ള ഭക്തിയാത്രയിൽ പങ്കെടുത്തത്. ഭഗവാൻ ജഗന്നാഥൻ, ബലദേവൻ, സുഭദ്ര, സുദർശന സമേതം ക്ഷേത്രത്തിൽ നിന്ന് പുഷ്പരഥത്തിൽ പുറത്തേക്ക് എഴുന്നള്ളി. താളത്തിനൊപ്പം വൈഷ്ണവനാമം മുഴക്കി ആനന്ദ നൃത്തത്തോടെ ഭക്തിസാന്ദ്രമായ യാത്രയിൽ നൂറുകണക്കിന് ഭക്തരാണ് അണിചേർന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രഥോത്സവത്തിന് വ്യാഴാഴ്ച തിരിതെളിയിച്ചിരുന്നു. ഇസ്കോൺ സന്യാസി വര്യൻ ഹിസ് ഹോൾനെസ് ഭക്തി ദൈത്ത ആദിപുരുഷ സ്വാമി മഹാരാജ് ഭദ്രയാണ് ദീപം തെളിയിച്ചുകൊണ്ട് രഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ തിരുവനന്തപുരം ഇസ്കോൺ ക്ഷേത്ര പ്രസിഡന്റ് ജഗത് സാക്ഷി പ്രഭു, വീരകൃഷ്ണദാസ് പ്രഭു, ശുദ്ധ നൈത്യാസ് ദാസ് പ്രഭു, ഗുരുവായൂർ മുൻ മേൽശാന്തി ശിവകരൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇസ്കോൺ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച ക്ഷേത്രമാണ് കൈപ്പറമ്പ് പുത്തൂരിലെ വൃന്ദാവൻ ക്ഷേത്രം. ദൈവസങ്കല്പം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനായാണ് ജഗന്നാഥ രഥയാത്ര നടത്തുന്നത്. രഥം വരുന്ന വഴികളിലൊക്കെ ജഗന്നാഥനെ വരവേൽക്കാൻ ഓരോ വീട്ടുകാരും കാത്തുനിന്നു. കിലോമീറ്ററുകളോളമുള്ള ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷമാണ് രഥം തിരികെ ക്ഷേത്രാങ്കണത്തിലെത്തിയത്. ജനം, തൃശൂർ.